ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എഫക്റ്റ് ഓഫ് റിയൽ സർഫസസ്. സോ നമ്മൾ ഐഡിയൽ മോസ് കപ്പാസിറ്റർ എന്താണെന്ന് പഠിച്ചു. ഐഡിയൽ മോസ് കപ്പാസിറ്ററിനകത്ത് നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു. ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ ഓഫ് സെമി കണ്ടക്ടർ. മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷനും സെമി കണ്ടക്ടറിൻ്റെ വർക്ക് ഫംഗ്ഷനും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അല്ലെങ്കിൽ Q5M ഈസ് ഈക്വൽ ടു Q5S, ഒരു കണ്ടീഷൻ അതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്സൈഡ് ഈസ് എ പെർഫെക്റ്റ് ഓക്സൈഡ്. ഓക്സൈഡ് ഈസ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് മീൻസ് അൺവാണ്ടഡ് ആയിട്ടുള്ള ചാർജസ് ഒന്നും ആ ഓക്സൈഡ് ലെയറിൽ പ്രസൻറ്റ് അല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഐഡിയൽ മോസ് കപ്പാസിറ്റർ നമ്മൾ പഠിച്ചത്. അതിൻ്റെ അക്യൂമുലേഷനും ഡിപ്ലീഷൻ ഇൻവേർഷൻ ബാൻഡ് ഡയഗ്രാംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി ഒരു റിയൽ മോസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. റിയൽ മോസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് റിയൽ മോസ്. സോ നമ്മളിവിടെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിയൽ മോസിൻ്റെ കേസിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് ഉണ്ടായിരിക്കും. മെറ്റലും സെമി കണ്ടക്ടറും തമ്മിൽ ഒരു വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡോപ്ഡ് പോളിസിലിക്കൺ ഗേറ്റ്, ദാറ്റ് ഈസ് metal and the semiconductor substrate. So metal and semiconductor, there will be a work function difference. So work function difference നമുക്ക് 5ms എന്ന് represent ചെയ്യാം. 5ms value is, here it is less than 0, or നമുക്ക് പറയാം 5ms is negative. ഇവിടുത്തെ കേസിൽ 5ms നെഗറ്റീവ് ആണ്. റിയൽ സർഫസസിൻ്റെ കേസിൽ there is a work function difference between the metal and the semiconductor, that is 5m minus 5s is less than 0 or 5m less than 5s. നമുക്ക് പറയാം സെമി കണ്ടക്ടറിൻ്റെ വർക്ക് ഫംഗ്ഷൻ പൊട്ടൻഷ്യലാണ് മെറ്റലിനെ കാട്ടി കൂടുതൽ. സോ ഈ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് ഉണ്ട് റിയൽ മോസിൻ്റെ കേസിൽ. എപ്പോഴും ഒരു വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് അവിടെ കാണും. ഐഡിയൽ കേസ് പോലല്ല. ഇത് നമ്മൾ ഐഡിയൽ കേസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ വർക്ക് ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ സെയിം ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് വരുമ്പോൾ റിയൽ മോസിൻ്റെ കേസിൽ there are charges at the silicon dioxide interface and within the oxide. അപ്പോൾ അത് ഏതൊക്കെ ചാർജസ് ആണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കൂടെ പറയാം. there are some unwanted charges in the oxide layer. സോ അത് ഏതൊക്കെ ടൈപ്പ് ചാർജസ് ആണ്, അത് നമ്മുടെ മോസിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ത്രെഷോൾഡ് വോൾട്ടേജ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ത്രെഷോൾഡ് വോൾട്ടേജിനുള്ള ആൻസറാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. എഫക്റ്റ് ഓഫ് റിയൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് മീൻസ് ദീസ് ടു ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ത്രെഷോൾഡ് വോൾട്ടേജ്. സോ നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് ഇൻ റിയൽ കേസ്, നമ്മൾ ഐഡിയൽ കേസിൽ ത്രെഷോൾഡ് വോൾട്ടേജ് പഠിച്ചു. റിയൽ മോസിൻ്റെ കേസിലുള്ള ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കാണും. സോ ഐഡിയൽ റിയൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ദെൻ നമ്മൾ ഈ റിയൽ സർഫസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റൂ. സോ മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ എന്താണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ത്രെഷോൾഡ് വോൾട്ടേജ് അത് അറിഞ്ഞിരിക്കണം. സോ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ തന്നെ എടുക്കാം. സോ ഇവിടുത്തെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്സൈഡ് ഈസ് നോട്ട് പെർഫെക്റ്റ്. പെർഫെക്റ്റ് മീൻസ് there are some charges at the silicon dioxide interface and within the oxide. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കേസ് തന്നെ നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ്. So due to work function difference, നമുക്ക് പറയാം വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് മീൻസ് 5ms ഇവിടെ നെഗറ്റീവ് ആണ്. വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് 5ms is less than 0 or 5ms is നെഗറ്റീവ്. സോ നമ്മൾ ഈ 5ms ലെസ് ദാൻ 0 എന്നുള്ള ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ബാൻഡ് ഡയഗ്രാം ഇക്വിലിബ്രിയത്തിലുള്ള മോസിൻ്റെ ബാൻഡ് ഡയഗ്രാം ഒന്ന് വരയ്ക്കാൻ പോവാണ്. സോ ഹിയർ EFM മെറ്റൽ ഫെർമി ലെവൽ, ദെൻ so this height is Q5M,
Q5m. ഓക്സൈഡ് വരെയുള്ള ഹൈറ്റാണ് നമ്മൾ Q5m ആയിട്ട് എടുക്കുന്നത്. പക്ഷെ നമുക്ക് അറിയാം സെമി കണ്ടക്ടറിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഇവിടെ കൂടുതലാണ്. 5m ഈസ് ലെസ് ദാൻ 5s മീൻസ് 5s ഈസ് ഗ്രേറ്റർ ദാൻ 5m. സോ നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവൽ ഇക്വിലിബ്രിയത്തിൽ അല്ലേ പാരലായിട്ട് വരയ്ക്കണം. ഇതിനോ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം EFS. സോ ദിസ് ഈസ് EFS. ദിസ് ഈസ് EFS. N ചാനൽ മോസ് ആണ്. സോ P സബ്സ്ട്രേറ്റ് ആണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ Q5s മാർക്ക് ചെയ്തു. ഇതാണ് Q5s. നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് Q5s ഈസ് ഗ്രേറ്റർ ദാൻ Q5m സിൻസ് ദ വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് ഈസ് നെഗറ്റീവ്. സോ ഇവിടെ നമ്മൾ ഇത് ജോയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ വരച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓക്സൈഡിന് ഓൾറെഡി ഒരു ടിൽറ്റ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഒരു ടിൽറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നാണ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് ഇലക്ട്രോൺ എനർജി ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഡയറക്ഷനിലോട്ടാണോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോകുന്നത് അതേ ഡയറക്ഷനിലേക്ക് ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവൽസ് റൈസ് ചെയ്യും. ഇവിടെ ഒരു ടിൽറ്റ് ഉണ്ടായി, ഓക്സൈഡിൽ ഒരു ടിൽറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് നമ്മുടെ EV വിൽ ബി ടിൽറ്റഡ്. സോ ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കിവിടെ കാണാം. അതിനനുസരിച്ച് നമുക്ക് ECയും EVയും EAയും എല്ലാം ബെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഈസ് EC EI. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഒരു സഫീഷ്യൻറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ഈ EI എന്ന് പറയുന്ന ആ ഒരു ബെൻഡിങ് നമ്മുടെ EFന് താഴേക്ക് പോകാം. അങ്ങനൊരു കേസ് വേണമെങ്കിൽ ഇവിടെ ഒക്കർ ചെയ്യാം. കാരണം ഇവിടെ ഒരു ടിൽറ്റ് ഉണ്ടായി, ഓക്സൈഡിൽ ഒരു ടിൽറ്റ് ഉണ്ടായി, ആ ടിൽറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ ഇത് EI ടിൽറ്റ് ചെയ്തിട്ട് EFന് താഴേക്ക് പോവാം. സോ ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് വരച്ചപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഇൻവേർഷൻ്റെ ഡയഗ്രമാണ്. സോ ഇവിടെ ഇൻവേർഷൻ ഒക്കർ ചെയ്യാം. നമ്മൾ ഇൻവേർഷൻ ക്യാൻ ഒക്കർ. സോ നമ്മൾ വരച്ചത് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയം മീൻസ് വിത്തൗട്ട് എനി ഗേറ്റ് വോൾട്ടേജ്. സോ ഇക്വിലിബ്രിയം കേസിൽ നമ്മൾ 5ms ലെസ് ദാൻ 0 വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ഇക്വിലിബ്രിയത്തിലെ മോസിൻ്റെ ബാൻഡ് ഡയഗ്രാം വരച്ചത്. വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടെ ഇൻവേർഷൻ ഒക്കർ ചെയ്യുന്നു. EI എന്ന് പറയുന്നത് EFന് ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EF ഈസ് ഗ്രേറ്റർ ദാൻ EI വിച്ച് മീൻസ് ദ N ചാനൽ ഈസ് ഫോംഡ് അറ്റ് ദ സെമി കണ്ടക്ടർ സർഫസ്. അപ്പം ഇത് ഇൻവേർഷൻ്റെ ബാൻഡ് ഡയഗ്രമാണ് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത്, ഇക്വിലിബ്രിയത്തിൻ്റെ ബാൻഡ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഇൻവേർഷൻ ഒക്കർ ചെയ്യാം വിത്തൗട്ട് എനി ഗേറ്റ് വോൾട്ടേജ്. സോ VG ഞാൻ 0 കൊടുത്തപ്പോൾ ഇവിടെ ഇൻവേർഷൻ ഒക്കർ ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് ബാൻഡ് ആ ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇവിടെ ആ ഫ്ലാറ്റ് ബാൻഡ് ഈ ഓക്സൈഡിൻ്റെ ടിൽറ്റ് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു EC അല്ലെങ്കിൽ EA EV ഇങ്ങനെയുള്ള ബാൻഡുകൾ ബെൻഡ് ചെയ്തേക്കുന്നത് മാറ്റി നമുക്ക് ഒരു ടിൽറ്റ് മാറ്റി നമുക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഫെർമി ലെവലിൻ്റെ എനർജി ലെവൽ റൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൽ നമ്മളൊരു നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ടിൽറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ മെറ്റലിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. സോ ഇക്വിലിബ്രിയത്തിൽ EFM ഇവിടെ ആണെങ്കിൽ ഞാനിവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് മെറ്റലിൽ അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ ഫെർമി ലെവൽ റൈസ് ചെയ്യും. സോ ഞാനിവിടെ അപ്ലൈ ചെയ്ത ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് ആയിരിക്കും. ഈ 5ms വാല്യൂ എത്ര ആണോ 5m - 5s ആ ഡിഫറൻസ് വാല്യൂ ആയിരിക്കും ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത്രയും നെഗറ്റീവ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഫെർമി ലെവൽ റൈസ് ചെയ്യത്തുള്ളൂ. ഫെർമി ലെവൽ റൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ, ആ ഓക്സൈഡിൻ്റെ ടിൽറ്റ് മാറി അവിടെ ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റൂ. സോ ദിസ് ഈസ് ദ ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ. സോ ദിസ് ഈസ് EF, EC, EV and EI. So this is the band diagram of MOS. So ഈ ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ, സോ നമുക്കിതിനെ ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ എന്ന് പറയാം. സോ ഇവിടെ ഈ അപ്ലൈ ചെയ്തേക്കുന്ന ആ ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ ഞാൻ കൊടുത്തേക്കുന്ന ആ വോൾട്ടേജ് ആണ് ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ
VFP. So that value will be equal to 5 ms. So ഈ വാല്യൂ ആണ് നമ്മുടെ VFP. സോ ഇവിടെ ഒരു ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ റിയൽ മോസിൻ്റെ കേസിൽ വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ആ വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു നെഗറ്റീവ് വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ ബാൻഡ് ഡയഗ്രം വരച്ച് നോക്കിയപ്പോൾ ഇവിടെ VG0 അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ തന്നെ നമുക്ക് ഇൻവേർഷൻ ഉള്ളൊരു പ്രോബബിലിറ്റി ഇവിടെ ഉണ്ട്. സോ നമുക്കിവിടെ ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ആ ഒരു മിനിമം ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജിൻ്റെ വാല്യൂ ഈക്വൽ ടു 5 ms. അപ്പോൾ നമ്മൾ ത്രഷോൾഡ് വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു 5 ms വാല്യൂയും കൂടെ കൺസിഡർ ചെയ്യണം. സോ ഐഡിയൽ കേസിൽ നമ്മൾ പറയാം 5 ms എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. കാരണം 5m - 5s ഈക്വൽ ടു 0 ഓർ 5m ഈക്വൽ ടു 5s ആണ്. സോ ഐഡിയൽ കേസിൽ ഇങ്ങനൊരു വാല്യൂ ഇല്ല. പക്ഷെ റിയൽ കേസിൽ ഇപ്പോൾ ഇത് ത്രഷോൾഡ് വോൾട്ടേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ഈ 5 ms എന്ന് പറയുന്നത്. സോ റിയൽ മോസിൽ ഇതും കൂടി കൺസിഡർ ചെയ്യണം. സോ നമ്മൾ ത്രഷോൾഡ് വോൾട്ടേജ് ഡിസൈൻ ചെയ്യുമ്പോൾ VFP എന്ന് പറയുന്ന ആ ഒരു വാല്യൂ അല്ലെങ്കിൽ 5 ms എന്ന് പറയുന്ന ഒരു വാല്യൂയും കൂടി കൺസിഡർ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്, ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ്. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഓക്സൈഡ് ഈസ് നോട്ട് പെർഫെക്റ്റ്. ഓക്സൈഡിൽ സം ചാർജസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഓക്സൈഡ്. സോ രണ്ടാമത്തെ റീസൺ അതാണ്, നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജിനെ അഫക്റ്റ് ചെയ്യുന്ന റിയൽ മോസിൻ്റെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് സം ചാർജസ് ആർ പ്രസൻറ്റ് ഇൻ ഓക്സൈഡ് ലെയർ. സോ ആ ചാർജസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. So this is metal, this is the oxide layer and this is the semiconductor. So മെയിനായിട്ടും ഇതിനകത്ത് ഓക്സൈഡിൽ നമ്മൾ കാണുന്ന ചാർജസ് എന്ന് പറയുന്നത് വൺ ഈസ് QM ഈസ് ദറ്റ് ഈസ് എ പോസിറ്റീവ് ചാർജ്. QM ഈസ് മൊബൈൽ അയോണിക് ചാർജ്. അപ്പം ഇത് നമ്മുടെ ആ ഒരു പ്രോസസ്സിങ് അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിങ് സമയത്ത് മെറ്റൽ യൂസ് ചെയ്യുന്ന ആൽക്കലി മെറ്റൽ അയോൺസ് കാരണം ഉണ്ടാവുന്ന ഒരു ചാർജാണ് മൊബൈൽ അയോണിക് ചാർജസ് എന്ന് പറയും. ഇതിന് എക്സാമ്പിൾ നമ്മൾ സോഡിയം, മെയിനായിട്ടും സോഡിയം പോസിറ്റീവ്ലി ചാർജ്ഡ് സോഡിയം അയോൺസ് ആണ് ഈ ഒരു QM എന്ന് പറയുന്ന ചാർജായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ മൊബൈൽ അയോണിക് ചാർജസ്. സോ ഇത് ആ പ്രോസസ്സിങ് സമയത്ത് ഉണ്ടാകുന്ന ഒരു ചാർജാണ് Na+ എന്ന് പറയുന്നത്. സോ ഈ ചാർജസ്, ഈ Na+ ചാർജസ് അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ചാർജ് നമ്മുടെ ഓക്സൈഡിലുണ്ടാവും. ദെൻ രണ്ടാമത്തെ ചാർജ് എന്ന് പറയുന്നത് QOT, ദാറ്റ് ഈസ് ഓക്സൈഡ് ട്രാപ്ഡ് ചാർജസ്. സോ ഇത് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ഇൻപെർഫെക്ഷൻ ഇൻ സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ഡിഫക്റ്റ് കാരണം ഉണ്ടാവുന്ന ട്രാപ്ഡ് ചാർജസിനെയാണ് നമ്മൾ ഓക്സൈഡ് ട്രാപ്ഡ് ചാർജസ് എന്ന് പറയുന്നത്. സോ ഈ ചാർജസും QOT എന്ന് പറയുന്ന ചാർജും നമ്മുടെ ഓക്സൈഡ് ലെയേഴ്സിൽ ഉണ്ടാവാം. ദെൻ തേർഡ് വൺ ഈസ് QF, ദാറ്റ് ഈസ് ഫിക്സഡ് ഓക്സൈഡ് ചാർജസ്. സോ ഇത് ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, നമ്മൾ സിലിക്കൺ ഡയോക്സൈഡിനെ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ സർഫസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ ഫിക്സഡ് ഓക്സൈഡ് ചാർജസ് ഡ്യൂറിങ് ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷൻ പ്രോസസ്സിൽ ഉണ്ടാവുന്ന സം ഫിക്സഡ് ചാർജസ് ആണ്, ഓക്സൈഡിൽ ഉണ്ടാകുന്ന ചാർജസ് ആണ് QF എന്ന് പറയുന്നത്. സോ ഈ ചാർജസിൻ്റെയും പ്രസൻസ് നമ്മുടെ ഓക്സൈഡ് ലെയറിൽ ഉണ്ടാവാം. ദെൻ ഫോർത്ത് വൺ ഈസ് QIT മീൻസ് ഇൻ്റർഫേസ് ചാർജസ്. ഇൻ്റർഫേസ് മീൻസ് സിലിക്കൺ ഡയോക്സൈഡ് ഇൻ്റർഫേസിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർഫേസിൽ ഉണ്ടാവുന്ന ചാർജസ് ആണ് QIT. സോ ദാറ്റ് ഈസ് ഇൻ്റർഫേസ് ചാർജസ്. സിലിക്കൺ ഡയോക്സൈഡ്
ഇൻ്റർഫേസ് ചാർജസ് ആണ്. കാരണം ഈ ചാർജസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സിലിക്കൺ ആണ് ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. ഈ സിലിക്കണിൻ്റെ ആ ഒരു ലാറ്റിസ് സ്ട്രക്ചർ അത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ബൗണ്ടറിയിൽ വെച്ച് ആ ഒരു സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് സ്ട്രക്ചർ മാറി സിലിക്കൺ ഡയോക്സൈഡ് സ്ട്രക്ചർ വരുവാണ്. സോ അവിടെ ഒരു ബോണ്ടിങ് ഇഷ്യൂസ് ഒക്കെ വരും. സോ ആ ഒരു സ്ട്രക്ചറിൻ്റെ സിമെട്രി മാറുവാണ്, സിലിക്കൺ ഡയോക്സൈഡ് സിമെട്രി മാറുവാണ്. സോ അവിടെ ഉണ്ടാവുന്ന അത് കാരണം ഉണ്ടാവുന്ന ചാർജസ് ആണ് QIT എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ്റർഫേസ് ചാർജസ് ഡ്യൂ ടു ദ സിലിക്കൺ ഡയോക്സൈഡ് ഇൻ്റർഫേസ്. ബോണ്ടിങ്ങിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന ചാർജസ് ആണ് QIT. സോ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടും ഓക്സൈഡിലുണ്ടാവുന്ന ചാർജസ്. അപ്പോൾ ഈ ചാർജസിൻ്റെയൊക്കെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഈ ചാർജസ് ഒക്കെ കാരണം ഈ ഓക്സൈഡ് ലെയറിൽ ഒരു പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഈ ചാർജസിൻ്റെ എല്ലാം സം കാരണം ഒരു ടോട്ടൽ പോസിറ്റീവ് ചാർജ് നമ്മുടെ ഓക്സൈഡിലുണ്ടാവും. ഈ പോസിറ്റീവ് ചാർജ് കാരണം സെമി കണ്ടക്ടറിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ. ആ ചാർജും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ത്രെഷോൾഡ് വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ. റിയൽ മോസിൻ്റെനകത്ത് നമ്മൾ ഈ ചാർജസ് കാരണം സെമി കണ്ടക്ടറിൽ ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ആ സെമി കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ചാർജസിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് -Q ഓക്സൈഡ് ബൈ C ഓക്സൈഡ്. സോ ഇത് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ആ സെമി കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ആ ടോട്ടൽ ചാർജാണ് Q ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മേഷൻ. സോ -Q ഓക്സൈഡ് ബൈ C ഓക്സൈഡ്, ഈ ഒരു പൊട്ടൻഷ്യലും കൂടെ കൺസിഡർ ചെയ്യണം നമ്മൾ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ്, ഇവിടുത്തെ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ്. അപ്പം ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇംപെർഫെക്ഷൻസ് കാരണം ഉണ്ടാവുന്ന ചാർജസ് കാരണം നമ്മുടെ ബാൻഡ് എഗെയിൻ ഓക്സൈഡിൽ ടിൽറ്റ് ഉണ്ടാവാം. നമ്മുടെ ബാൻഡ് ടിൽറ്റ് EC EV EI ഇതൊക്കെ ടിൽറ്റ് ചെയ്യാം. സോ ആ ഒരു ടിൽറ്റിങ് അവോയ്ഡ് ചെയ്യാൻ നമ്മളിവിടെയും ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് -Q ഓക്സൈഡ് ബൈ C ഓക്സൈഡ് ആണ്. സോ Q ബൈ C മീൻസ് V. സോ ദിസ് -Q ഓക്സൈഡ് ബൈ C ഓക്സൈഡും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഓക്സൈഡിന് എങ്ങനെയൊക്കെ ടിൽറ്റ് വരാം അതാണ് നമ്മൾ ഈ റിയൽ സർഫസിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ കേസിൽ വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ് കാരണം ടിൽറ്റ് ഉണ്ടായി. രണ്ടാമത്തെ കേസിൽ ഓക്സൈഡ് ചാർജസ് കാരണം, ഈ മെയിനായിട്ടുള്ള ഈ 4 ചാർജസ് കാരണം ഉണ്ടാവുന്ന ആ ഒരു ടിൽറ്റ്, നമ്മുടെ ബാൻഡ് ഡയഗ്രത്തിൽ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുന്ന ഒരു ടിൽറ്റ്. സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് -Q ഓക്സൈഡ് ബൈ C ഓക്സൈഡ് ആണ്. സോ നമ്മൾ 2 കേസ് അനലൈസ് ചെയ്തു. ഇപ്പം ദീസ് ആർ ദ 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ത്രെഷോൾഡ് വോൾട്ടേജ്. സോ നമുക്ക് ഇനി റിയൽ മോസിൻ്റെ കേസിൽ, റിയൽ മോസ്ഫെറ്റിൻ്റെ കേസിൽ നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. സോ ത്രെഷോൾഡ് വോൾട്ടേജ്, സോ നമുക്കറിയാം ടോട്ടൽ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ്, ആ 2 പോയിന്റ്സും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻസ് പറഞ്ഞു. ഒരെണ്ണം ഡ്യൂ ടു ദ വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസ്, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡ്യൂ ടു ദ ടോട്ടൽ ചാർജസ് പ്രസൻറ്റ് ഇൻ ദ ഓക്സൈഡ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് കണ്ടീഷനാണ് -Q ഓക്സൈഡ് ബൈ C ഓക്സൈഡ്. സോ നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് റിയൽ കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് വാല്യൂവും കൂടെ നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് ഡെറൈവ് ചെയ്യാൻ കൺസിഡർ ചെയ്യണം. സോ അഗെയിൻ M ഈസ് ഈക്വൽ ടു O പ്ലസ് S, ആ ഒരു രീതിയിൽ അപ്ലൈഡ് വോൾട്ടേജ് VG ഈസ് ഈക്വൽ ടു ദ ഡ്രോപ്പ് അക്രോസ് ഓക്സൈഡ് പ്ലസ് ദ ഡ്രോപ്പ് അക്രോസ് സെമി കണ്ടക്ടർ. M ഈസ് ഈക്വൽ ടു O പ്ലസ് S. ആ മോസ് സ്ട്രക്ചറിനെ നമുക്കിങ്ങനെയാണ് നമ്മൾ ഐഡിയൽ കേസിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ഓക്സൈഡ് ഡ്രോപ്പ് പ്ലസ് സെമി കണ്ടക്ടർ പൊട്ടൻഷ്യൽ. സോ ഹിയർ റിയൽ മോസിൽ നമ്മൾ ഇക്വേഷൻ എഴുതാൻ നേരത്ത് നമ്മൾ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഐഡിയൽ കേസിൽ ഈ VFPയുടെ വാല്യൂ 0 ആണ്. കാരണം ഓക്സൈഡ് അൺവാണ്ടഡ് ഓക്സൈഡ് ചാർജസ് ഇല്ല. 5ms വാല്യൂ 0 ആണ്. 5m ഈസ് ഈക്വൽ ടു 5s ആണ്. സോ ഐഡിയൽ കേസിൽ VFP എത്രയാണ്? 0 ആണ്. അതാണ് നമ്മൾ അവിടെ VFP കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ VFPയും കൂടെ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. സോ VG, the minimum gate voltage for the strong inversion, that is VT is equal to V oxide ന് പകരം നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? -QD by C oxide.
അപ്പം നേരത്തെ ആ ഡെറിവേഷൻ, നേരത്തെ ആ ലെക്ചർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് -QD/C ഓക്സൈഡ് എന്ന് വരുന്നത്. ദെൻ phi s is equal to 2phi-F, the condition for strong inversion, plus VFPയുടെ വാല്യൂ നമുക്കറിയാം 5ms minus Q oxide by C oxide. സോ റിയൽ മോസിൻ്റെ കേസിൽ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ ആണിത്. സോ റിയൽ മോസിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു VFP എന്ന് പറയുന്ന പാരാമീറ്ററും കൂടെ ആഡ് ആവും. സോ ത്രെഷോൾഡ് വോൾട്ടേജ് ഐഡിയൽ കേസിലും റിയൽ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. റിയൽ കേസ് വരുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു വാല്യൂയും കൂടെ കൺസിഡർ ചെയ്യണം. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ത്രെഷോൾഡ് വോൾട്ടേജ്? അപ്പം അതിൻ്റെ 2 റീസൺസ് ആണ്. ഒരെണ്ണം വർക്ക് ഫംഗ്ഷൻ ഡിഫറൻസും, രണ്ടാമത്തത് ഡ്യൂ ടു ദ ഫിക്സഡ് ഓക്സൈഡ് ചാർജസ് പ്രസൻറ്റ് ഇൻ ദ സിലിക്കൺ ഡയോക്സൈഡ്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ത്രെഷോൾഡ് വോൾട്ടേജ്. സോ നമുക്ക് എഫക്റ്റ് ഓഫ് റിയൽ സർഫസസ് എന്താണെന്ന് ക്ലിയറായി. അത് വെച്ചിട്ട് ത്രെഷോൾഡ് വോൾട്ടേജിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് ക്ലിയറായി. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സോ നമ്മളിനി കറണ്ട് ഇക്വേഷൻസിലേക്കാണ് വരുന്നത്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് അറിയണം. സോ ഇത് ഒരു എൻ ചാനൽ മോസ് ആണ്. ഒരു എൻ ചാനൽ മോസിൻ്റെ 3 കേസസ് ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു വർക്കിംഗ് ഓഫ് എൻ ചാനൽ മോസ്ഫെറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം. സോ ദിസ് ഈസ് ആൻ എൻ ചാനൽ മോസ്ഫെറ്റ്. സോ എൻ ചാനൽ മോസ്ഫെറ്റിനകത്ത് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് പി സബ്സ്ട്രേറ്റ് ആണ്. സോ പി സബ്സ്ട്രേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സെമി കണ്ടക്ടർ. ദെൻ 2 N+ regions, 2 heavily doped N+ regions are diffused on the P substrate. അപ്പോൾ നമ്മൾ പി സബ്സ്ട്രേറ്റിൽ തന്നെ 2 N+ റീജിയൻസ് ഡിഫ്യൂസ് ചെയ്ത് വെച്ചു. സോ ആ ഡിഫ്യൂസ് ചെയ്ത് വെച്ചേക്കുന്ന 2 N+ റീജിയനെയാണ് നമ്മൾ സോഴ്സും ഡ്രെയിനും ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് സോഴ്സ് ആൻഡ് ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഡ്രെയിൻ. സോ അപ്പം ഇത്രയും പോർഷൻ നമ്മുടെ സെമി കണ്ടക്ടറാണ്. ദെൻ മോസ് മീൻസ് ഇതിന് മുകളിലാണ് ഓക്സൈഡ് ലെയർ. സോ നെക്സ്റ്റ് വൺ ഈസ് ഓക്സൈഡ്. സോ ദിസ് ഈസ് ദ ഓക്സൈഡ് ലെയർ. ദെൻ അതിന് ടോപ്പിലാണ് മെറ്റൽ വെക്കുന്നത്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ്, സോ ദിസ് ഈസ് ദ മെറ്റൽ മോസ് സ്ട്രക്ചറായി. സോ സെമി കണ്ടക്ടറിനകത്ത് എൻ ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിൽ പി സബ്സ്ട്രേറ്റ്, ദെൻ 2 N+ റീജിയൻസ് ആണ് സോഴ്സും ഡ്രെയിനും. ദെൻ നമുക്ക് പൊട്ടൻഷ്യൽ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ആ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് കറണ്ട് ഇക്വേഷനിലോട്ട് വരാം. സോ ഇവിടെ നമ്മൾ മെറ്റലിലാണ് ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്തേക്കുന്നത്. മെറ്റലിൽ പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻവേർഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ മെറ്റൽ എൻ ചാനൽ മോസ്ഫെറ്റിൻ്റെ കേസിൽ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോഴാണ് ഇവിടെ ചാനൽ ഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡിപ്ലീഷൻ ആണ്. ഡിപ്ലീഷൻ റീജിയന് ആ ഒരു ടോപ്പിലായിട്ട് ഒരു ചാനൽ ഫോം ചെയ്യും. അതാണ് ഇവിടെ വരച്ചേക്കുന്നത്. ദിസ് ഇസ് ദ ചാനൽ. സോ അതിന് ബോട്ടം ഡിപ്ലീഷൻ റീജിയൻ കാണും, കാരണം ഇതൊരു പി എൻ ജംഗ്ഷൻ ആണ്. സോ അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. സോ ഇതും ഒരു പി എൻ ജംഗ്ഷൻ ആണ്. ഡിപ്ലീഷൻ റീജിയൻ ഇവിടെയും ഫോം ചെയ്യും. ഡ്രെയിൻ സൈഡ് നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ആണ്. സോഴ്സ് നമ്മളൊരു ലോ പൊട്ടൻഷ്യലാണ്, വിച്ച് മീൻസ് നമ്മളത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോ വിത്ത് റെസ്പെക്ട് ടു ഗേറ്റ് ആണ് നമ്മൾ സോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. VGS ആണ്. VGS ഗേറ്റ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ്. അഗെയിൻ VDS സോഴ്സ് ഈസ് ലോവർ പൊട്ടൻഷ്യൽ, ഡ്രെയിൻ ഈസ് ഹയർ പൊട്ടൻഷ്യൽ ഓർ പ്ലസ്. സോ നമ്മൾ ഈ രീതിയിലാണ് എൻ ചാനൽ മോസ് ഇവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇത് കേസ് 1 ആണ്. ഈ വരച്ചേക്കുന്ന ഫിഗർ കേസ് 1 ആണ്. ഹിയർ VG നമ്മുടെ കണ്ടീഷൻ ഇതാണ്. VG ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VTH. നമ്മൾ ഗേറ്റിൽ കൊടുത്തേക്കുന്നത് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടി കൂടുതൽ വാല്യൂ ആണ്. സോ മോസ്ഫെറ്റ് ഓൺ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ കേസിലും, സോ സെക്കൻഡ് കേസ് ഓൾസോ VG ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VTH. ഹിയർ ഓൾസോ VG ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VTH. അപ്പോൾ 3 കേസിലും ഞാൻ VG ഫിക്സഡ് ആണ്. VG നമ്മളൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ചാനൽ ഫോം ചെയ്തിരിക്കുകയാണ്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഡ്രെയിൻ ക്യാരയാണ്. അപ്പം ഡ്രെയിൻ വോൾട്ടേജ് ആണ് നമ്മളിവിടെ വേരി ചെയ്യിക്കുന്നത്. ഹിയർ VD ഈസ് ലെസ് ദാൻ
വി ജി മൈനസ് വി ടി എച്ച്. വി ഡിയുടെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് പറയാം വി ഡി ഈസ് എ സ്മോൾ വോൾട്ടേജ്. നമ്മൾ വി ഡി വേരി ചെയ്യുവാണ്, 0-ൽ നിന്നും ഇങ്ങനെ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുവാണ്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫോർ സ്മോളർ വി ഡി, ഫോർ സ്മോളർ വി ഡി എസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കണ്ടീഷൻ വി ഡി ഈസ് ലെസ് ദാൻ വി ജി മൈനസ് വി ടി എച്ച്. ദെൻ വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ദിസ് കണ്ടീഷൻ ഈസ് വി ഡി ഈസ് ഈക്വൽ ടു വി ജി മൈനസ് വി ടി എച്ച്. വി ഡിയുടെ വാല്യൂ ഈക്വൽ ടു വി ജി മൈനസ് വി ടി എച്ച്, കാരണം ഇൻക്രീസ് ചെയ്തു, അതിൻ്റെ വാല്യൂ വി ജി മൈനസ് വി ടി എച്ചിന് ഈക്വൽ ആയിട്ട് വരുന്ന കണ്ടീഷൻ. ദെൻ ലാസ്റ്റ് കേസ് ഈസ് വി ഡി ഈസ് ഗ്രേറ്റർ ദാൻ വി ജി മൈനസ് വി ടി എച്ച്. സോ ഇങ്ങനെ 3 കേസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കേസ് നോക്കുക, സ്മോൾ വി ഡി ആണ്. സ്മോൾ വി ഡി മീൻസ് ഇവിടെ നമ്മൾ ഒരു ഡിപ്ലേഷൻ റീജിയൻ നമുക്കിവിടെ കാണാം. നമ്മളിവിടെ ഡ്രെയിൻ വോൾട്ടേജ് കൊടുക്കുമ്പോൾ, ഡ്രെയിൻ സൈഡ് പോസിറ്റീവ് കൊടുക്കുമ്പോൾ എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്, വിച്ച് മീൻസ് ഈ പി എൻ ജംഗ്ഷൻ, ഇതൊരു പി എൻ ജംഗ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞത്, പി സബ്സ്ട്രേറ്റ് ഇത് എൻ ആണ്. അപ്പോൾ ഇവിടെ ഡിപ്ലേഷൻ റീജിയൻ ഫോം ചെയ്യും. ആ ഡിപ്ലേഷൻ റീജിയൻ കൂടുതലും ഫോം ചെയ്ത് നിൽക്കുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് റീജിയനിലോട്ടായിരിക്കും. ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻ പി ആണ്. സോ ഈ ഡിപ്ലേഷൻ റീജിയൻ കൂടുതലും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, സോ ഇവിടെ എല്ലാം ആ ഡിപ്ലേഷൻ റീജിയൻ കൂടുതലും എക്സ്റ്റെൻഡ് ചെയ്ത്, നമ്മൾ എന്നിലോട്ട് വരയ്ക്കുന്നില്ല കാരണം അവിടെ ഡോപ്പിംഗ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ഡിപ്ലേഷൻ റീജിയൻ ഫോം ചെയ്യുന്നത് പിയിലോട്ടായിരിക്കും. ഇനി ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു പ്ലസ് പൊട്ടൻഷ്യലാണ്. സോ ഇവിടെ ശരിക്കും ഒരു റിവേഴ്സ് ബയാസിങ് നടക്കുന്നുണ്ട്. ഒരു എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് മീൻസ് ഈ ഒരു പി എൻ ജംഗ്ഷൻ്റെ ഏരിയയിൽ അവിടെ ഒരു റിവേഴ്സ് ബയാസ് എഫക്റ്റ് ആണ് നടക്കുന്നത്. റിവേഴ്സ് ബയാസിൽ പൊതുവേ ഡിപ്ലേഷൻ റീജിയൻ കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന വി ഡി സ്മോൾ വി ഡി ആണ്. സോ ഇവിടെ ഡിപ്ലേഷൻ റീജിയൻ അധികം ഇൻക്രീസ് ചെയ്യത്തില്ല. പക്ഷേ ഈ കേസിലാണെങ്കിൽ വി ഡി ഞാൻ ഇൻക്രീസ് ചെയ്യുന്നു, ഈ കേസിൽ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ 3 കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിപ്ലേഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡ്രെയിൻ സൈഡിൽ. ഇവിടെ കുറച്ചും കൂടെ കൂടി, കാരണം ഡ്രെയിൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ജി അല്ല നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്, ഡ്രെയിൻ വോൾട്ടേജ് ആണ്. സോ ഈ 3 കേസും നമ്മൾ വി ഡിയുടെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഇവിടെ വി ഡി സ്മോൾ ആണ്, ഇവിടെ വി ഡി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് വി ജി മൈനസ് വി ടി എച്ചിന് ഈക്വൽ ആക്കി. ഇവിടെ വീണ്ടും വി ജി മൈനസ് വി ടി എച്ചിനെ കാട്ടി നമ്മൾ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ 3 കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡ്രെയിൻ വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ട് കറണ്ട് മെഷർ ചെയ്യുവാണ്. വി ജി അവിടെ കോൺസ്റ്റൻ്റ് ആണ്. 3 കേസിലും വി ജി കോൺസ്റ്റൻ്റ് ആണ്. സോ 3 കേസും കോൺസ്റ്റൻ്റ് മീൻസ് വി ജി ഈസ് അപ്ലൈഡ്, ചാനലുണ്ട്. സോ ആദ്യത്തെ കേസിൽ സ്മോൾ വി ഡി ആണ്. സ്മോൾ വി ഡി മീൻസ് ഇവിടെ ചാനൽ നോക്കുക, ചാനലിന് ഒരു യൂണിഫോം വിഡ്ത്ത് ആയിരിക്കും. ഈ എൻ ചാനലിന് ഒരു സോഴ്സിൽ നിന്ന് ഡ്രെയിൻ വരെ ഒരു യൂണിഫോം വിഡ്ത്തിലായിരിക്കും ആ ചാനലിനെ നമ്മൾ വരയ്ക്കുന്നത്. ബാക്കിയുള്ള കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു വെഡ്ജ് ഷേപ്പാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ അതിൻ്റെ ചാനലിൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. ഇവിടെ എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ചാനൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. സോ അവിടെ ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ വലുതായിട്ട് ആ ഒരു ചാനലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഇവിടെ പറയാം ചാനൽ വിഡ്ത്ത്, സോഴ്സ് ഡ്രെയിൻ സൈഡിലേക്ക് അതിൻ്റെ വിഡ്ത്ത് യൂണിഫോം ആണ്. അതല്ലെങ്കിൽ ചാനലിൻ്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ ദ ചാനൽ റെസിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. ചാനലിൻ്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓമിക് ബിഹേവിയർ കാണാം, അല്ലേ? അവിടെ അപ്ലൈ ചെയ്യുന്ന ഡ്രെയിൻ വോൾട്ടേജ് ഡ്രെയിൻ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. R കോൺസ്റ്റൻ്റ് ആണ്. സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ നമ്മളൊരു ചെറിയ വി ഡി അപ്ലൈ ചെയ്യുമ്പോൾ ആ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് കാരിയേഴ്സ് മൂവ് ചെയ്യും. എൻ ചാനലിലൂടെ കാരിയേഴ്സ് ഫ്ലോ ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ദാറ്റ് ഈസ് ഫ്രം ഡ്രെയിൻ ടു സോഴ്സ്, അത് ആ വി ഡിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിവിടെ വേരി ചെയ്യുന്നത് വി ഡി വെസസ് ഐ ഡി ആണ്. സോ വി ഡി ഞാൻ 0-ൽ നിന്നും സ്ലോലി ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് ഫോർ സ്മോളർ വാല്യൂ ഓഫ് വി ഡി, ദാറ്റ് ഈസ് വി ഡി ഈസ് ലെസ് ദാൻ വി ജി മൈനസ് വി ടി എച്ച്. ദ കറണ്ട് ഈസ് ഇൻക്രീസിങ് പ്രൊപ്പോർഷണലി. നമുക്ക് കിട്ടുന്ന ഒരു ലീനിയർ കർവ് ആയിരിക്കും. ഇതാണ് എനിക്ക് ഇനിഷ്യലി കിട്ടുന്നത്, ലീനിയർ ആയിരിക്കും. സോ ഈ റീജിയനെ ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ലീനിയർ മോഡ് ഓഫ് ഓപ്പറേഷൻ ഓർ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ. സോ നമ്മൾ ഇതിനെ ലീനിയർ റീജിയൻ എന്ന് വിളിക്കും. മോസ്ഫെറ്റിൻ്റെ ലീനിയർ റീജിയൻ ആണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടീഷനാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ ലീനിയർ റീജിയൻ. ദെൻ രണ്ടാമത്തെ കേസിൽ നമ്മൾ വി ഡി വീണ്ടും ഇൻക്രീസ് ചെയ്തു. വി ഡി ഈസ് ഇൻക്രീസ് ടു വി ജി മൈനസ് വി ടി എച്ച്. അപ്പോൾ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഡ്രെയിൻ സൈഡിൽ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ
ആ ഡ്രെയിൻ സൈഡിലേക്ക് വരുമ്പോൾ അതിനൊരു പിഞ്ച് ഓഫ് സംഭവിക്കുന്നു. ആ ഡിപ്ലീഷൻ റീജിയൻ അത്രയും ഏരിയ ഡിപ്ലീറ്റഡ് ആയി പോവുകയാണ്. ആ ചാനലിൻ്റെ ഡ്രെയിൻ സൈഡിലുള്ള ആ ഒരു പോർഷൻ ഡിപ്ലീറ്റഡ് ആയി പോകുന്ന ആ ഒരു കണ്ടീഷനെ നമ്മൾ പിഞ്ച് ഓഫ് കണ്ടീഷൻ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നമ്മൾ പിഞ്ച് ഓഫ് പിഞ്ച് ഓഫ്. സോ പിഞ്ച് ഓഫ് കണ്ടീഷൻ അവിടെ ഒക്കർ ചെയ്തു. കാരണം വി ഡി കൂടുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. സോ നമുക്കിപ്പോൾ മെഷർ ചെയ്തുകൊണ്ടിരുന്ന കറണ്ട് ഇനിഷ്യലി ലീനിയർ ആയിരുന്നു. ഒരു പർട്ടിക്കുലർ വാല്യൂ മീൻസ് വി ജി മൈനസ് വി ടി എച്ച്. വി ഡിയുടെ വാല്യൂ വി ജി മൈനസ് വി ടി എച്ച് എത്തുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഇതിനൊരു ടിൽറ്റ് ഉണ്ടാവും. ലീനിയറായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഒന്ന് ടിൽറ്റ് ചെയ്യും. വി ഡി കൂടുന്നതനുസരിച്ച് ഇതൊന്ന് ടിൽറ്റ് ചെയ്യും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, അല്ലെങ്കിൽ വി ജി മൈനസ് വി ടി എച്ച് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അവിടെ പിഞ്ച് ഓഫ് ഒക്കർ ചെയ്യും. ആ ചാനൽ ഡിപ്ലീറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡ്രെയിൻ സൈഡിൽ പിഞ്ച് ഓഫ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ അത്രയും ഡിപ്ലീറ്റഡ് ആയിട്ട് നിൽക്കുന്നു. സോ ആ പോയിന്റാണ് നമ്മുടെ പിഞ്ച് ഓഫ് കണ്ടീഷൻ. സോ ഇനിഷ്യലി ലീനിയർ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് പിഞ്ച് ഓഫ്. ശരിക്കും പിഞ്ച് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ലീനിയാരിറ്റി അവിടെ നിന്ന് നഷ്ടപ്പെട്ട് അതിനൊരു സബ് ലീനിയർ രീതിയിലേക്കാണ് അത് പോകുന്നത്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവിടെ പിഞ്ച് ഓഫ് ഒക്കർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെ വേറൊരു രീതിയിൽ പറയാം, പിഞ്ച് ഓഫ് അല്ലെങ്കിൽ ഓൺസെറ്റ് ഓഫ് സാച്ചുറേഷൻ. സോ സാച്ചുറേഷൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓൺസെറ്റ് ഓഫ് പിഞ്ച് ഓഫ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഓൺസെറ്റ് കണ്ടീഷൻ ഫോർ സാച്ചുറേഷൻ. സോ ഈ പോയിന്റിൽ സാച്ചുറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ലീനിയാരിറ്റി നഷ്ടപ്പെട്ടു, പിഞ്ച് ഓഫ് അറ്റൈൻ ചെയ്തു, ദെൻ അത് പിന്നീട് സാച്ചുറേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ, ദാറ്റ് ഈസ് വി ഡി ഈസ് ഗ്രേറ്റർ ദാൻ. വീണ്ടും ഞാൻ വി ഡി ഇൻക്രീസ് ചെയ്യുവാണ്. വി ഡി ഇൻക്രീസ് ചെയ്യാൻ വി ജി മൈനസ് വി ടി എച്ചിനെക്കാട്ടി ഇൻക്രീസ് ചെയ്യുവാണ്. സോ ഡിപ്ലീഷൻ റീജിയൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഡ്രെയിൻ സൈഡിൽ കൂടിക്കൊണ്ടിരിക്കും. സോ ഈ ഏരിയ എല്ലാം ഡിപ്ലീറ്റഡ് ആയി പോകും. സോ ചാനലിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ പിഞ്ച് ഓഫ് പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രെയിൻ കറണ്ട് സാച്ചുറേറ്റ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ ഇനിഷ്യലി ലീനിയർ, ദെൻ ഇറ്റ് വിൽ അച്ചീവ് സാച്ചുറേഷൻ. ഈ പർട്ടിക്കുലർ പോയിന്റിൽ പിഞ്ച് ഓഫ് ഒക്കർ ചെയ്യും, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ഓൺസെറ്റ് ഓഫ് സാച്ചുറേഷൻ. ഇതിന് ശേഷം എന്തായിരിക്കും? സാച്ചുറേഷൻ ആയിരിക്കും. സോ പിന്നീട് സാച്ചുറേറ്റ് ചെയ്ത് തന്നെ പോകും. സോ ഇതാണ് സാച്ചുറേഷൻ. ദിസ് ഇസ് പിഞ്ച് ഓഫ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ലീനിയർ. സോ ഈ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? സാച്ചുറേറ്റ് ചെയ്യും. സാച്ചുറേഷൻ, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് സാച്ചുറേഷൻ. അപ്പോൾ സാച്ചുറേഷൻ്റെ കണ്ടീഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, വി ജി വി ഡി കണ്ടീഷൻ. ഇത് പിഞ്ച് ഓഫിൻ്റെ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഓൺസെറ്റ് ഓഫ് സാച്ചുറേഷൻ്റെ തുടക്കം എന്ന് നമുക്കിതിനെ പറയാം. അങ്ങനെ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഒരു ഡ്രെയിൻ ക്യാര നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമുക്ക് കാണാം. ഒന്ന് ലീനിയർ, പിഞ്ച് ഓഫ് ആൻഡ് സാച്ചുറേഷൻ. സോ ഇതാണ് നമ്മുടെ ശരിക്കും ഡ്രെയിൻ ക്യാര. നമ്മൾ വി ഡി വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പ്ലോട്ട് ചെയ്തേക്കുന്ന ക്യാര, ഡ്രെയിൻ ക്യാര, ദാറ്റ് ഈസ് ഐ ഡി വി ഡി. സോ ആസ് വി ഡി ഇൻക്രീസസ്, ഫസ്റ്റ് ഒരു ലീനിയർ കറണ്ട് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ അല്ലേ, അതിന് വി ഡി കൂടുന്നതനുസരിച്ച് അതിൻ്റെ ലീനിയാരിറ്റി നഷ്ടപ്പെടും. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ പിഞ്ച് ഓഫ് ഒക്കർ ചെയ്യും, ദെൻ അതിനുശേഷം അത് സാച്ചുറേറ്റ് ചെയ്യും. സോ ഇത് നമ്മളൊരു വി ജി, നമ്മൾ ഒരു 3 വോൾട്ടിനാണ് ഇത് വരച്ചേക്കുന്നതെങ്കിൽ നമ്മൾ വേറെ ഒരു വി ജി കൺസിഡർ ചെയ്യുവാണ്. ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വി ജിക്കാണ് നമ്മൾ ഡ്രെയിൻ ക്യാര പ്ലോട്ട് ചെയ്യുന്നത്. വി ജി ഞാനൊരു 2 വോൾട്ട് ആക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ മതി. വി ജി കുറയ്ക്കുന്നതനുസരിച്ച് കറണ്ട് കുറയും അല്ലേ. വി ജി മീൻസ് ഗേറ്റ് വോൾട്ടേജ് കുറയ്ക്കുന്നതനുസരിച്ച് കറണ്ട് കുറയും. ദിസ് ഈസ് വി ജി ഈസ് ഈക്വൽ ടു 2 വോൾട്ട്. ദെൻ വി ജി ഈസ് ഈക്വൽ ടു 4 വോൾട്ട്. അത് കുറച്ചും കൂടെ മുകളിലേക്ക് പോകും ഗ്രാഫ്. സോ ദിസ് ഈസ് വി ജി ഈസ് ഈക്വൽ ടു 4 വോൾട്ട്. സോ വി ജി ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ ഡ്രെയിൻ, ദിസ് ഈസ് ഐ ഡി, ഡ്രെയിൻ കറണ്ട് കുറയും. സോ ദിസ് ഈസ് ഐ ഡി ആൻഡ് ദിസ് ഈസ് വി ഡി. സോ ഡ്രെയിൻ കറണ്ട് കുറയുന്നതായിട്ട് കാണാം. സോ ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നോൺ ആസ് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനകത്ത് ഇതാണ് ലീനിയർ റീജിയൻ, ദെൻ ദിസ് ഈസ് പിഞ്ച് ഓഫ് കണ്ടീഷൻ. സോ ഇത് എന്താണ്? പിഞ്ച് ഓഫ് കണ്ടീഷനാണിത്. ദെൻ സാച്ചുറേഷൻ. സോ ഈ രീതിയിലാണ് നമ്മൾ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്
പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി കറണ്ട് ഇക്വേഷനിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് ദ ഡെറിവേഷൻ ഫോർ ഡ്രെയിൻ കറണ്ട്. ഡ്രെയിൻ കറണ്ടിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും കേസസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ലീനിയർ റീജിയൻ എന്താണ്, സാച്ചുറേഷൻ എന്താണ്, അതുപോലെ തന്നെ പിഞ്ച് ഓഫ് കണ്ടീഷൻ അല്ലെങ്കിൽ ഓൺസെറ്റ് ഓഫ് സാച്ചുറേഷൻ, ഈ 3 കേസും അറിഞ്ഞിരുന്നാലേ നമുക്ക് ഡ്രെയിൻ കറണ്ട് ഡിറൈവ് ചെയ്യാൻ പറ്റൂ. സോ നെക്സ്റ്റ് ഈസ് ദ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ. സോ നമ്മൾ റിയൽ മോസ് പഠിച്ചു. ആ ഒരു റിയൽ മോസ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം വി ജി ഈസ് ഈക്വൽ ടു എന്താണ്, വി ജി ദ അപ്ലൈഡ് വോൾട്ടേജ് വി ജി ഈസ് ഈക്വൽ ടു വി ഓക്സൈഡ് പ്ലസ് ഫൈ എസ്. സോ മെറ്റൽ കൊടുത്തേക്കുന്ന വോൾട്ടേജ് സെമി കണ്ടക്ടർ പ്ലസ് ഓക്സൈഡ് ഡ്രോപ്പിന് ഈക്വൽ ആയിരിക്കും. പിന്നെ റിയൽ മോസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജും കൂടെ കൺസിഡർ ചെയ്യണം. ദെൻ നമുക്ക് വി ഓക്സൈഡിന് പകരം നമുക്ക് മൈനസ് ക്യു എസ് ബൈ സി ഓക്സൈഡ് എന്നറിയാം. ഇതൊക്കെ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. പ്ലസ് ഫൈ എസ്, ഞാനിവിടെ 2φf ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. ഫൈ എസ് തന്നെ ഒരു സെമി കണ്ടക്ടർ പൊട്ടൻഷ്യൽ. ഹിയർ ഇറ്റ് ഈസ് വി എഫ് പി. സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. സോ ഇനി നമുക്കൊരു മോസ് നോക്കാം. ഇതാണ് എം, ഇത് ഒ ആൻഡ് ദിസ് ഈസ് എസ്, സെമി കണ്ടക്ടർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചാനൽ കാണാം. നമ്മൾ ഡ്രെയിൻ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചാനലിൻ്റെ ആ ഒരു വിഡ്ത്ത് ഡ്രെയിൻ സൈഡിൽ കുറവും സോഴ്സ് സൈഡിൽ കൂടുതൽ. അപ്പോൾ ഒരു ഡ്രെയിൻ വോൾട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഒക്കർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാനൽ വരച്ചേക്കുന്നത്. സോ ദിസ് ഇസ് ദ ഇൻവേർഷൻ അല്ലെങ്കിൽ ചാനൽ. നമുക്ക് ചാനൽ എന്ന് പറയാം, ഇലക്ട്രോണിൻ്റെ ചാനൽ. സോ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. നമുക്ക് മെഷർ ചെയ്യേണ്ടത് ഈ സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് ഫ്ലോ ചെയ്യുന്ന ആ ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട്, ദാറ്റ് ഈസ് ദ ഡ്രെയിൻ കറണ്ട് ഐ ഡി. ഇനി ഇവിടെ വരച്ചേക്കുന്നത് ഈ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് അല്ലെങ്കിൽ ഡ്രെയിൻ സൈഡിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഗേറ്റിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ്. സോ ഈ ഡ്രെയിൻ വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മൾ ഡ്രെയിൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്കുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ, ഇപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ എഫക്റ്റ് കൂടുതലാണ്. സോ ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലായിരിക്കും, ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും. സോ ഡ്രോപ്പ് കൂടുതൽ എവിടെ ആയിരിക്കും, ഡ്രെയിൻ സൈഡിലായിരിക്കും. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൂടുതൽ ഡ്രെയിനിലായിരിക്കും. സോ നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ്, ചാനലിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പം സെമി കണ്ടക്ടർ പൊസിഷനാണ് എക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ സോഴ്സ് സൈഡിൽ ആ ഒരു ഡ്രോപ്പ് വളരെ കുറവായിരിക്കും. ദെൻ ഇത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു പൊട്ടൻഷ്യൽ, ആ ലെങ്ത്, എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ചാനൽ, ആ 0-ൽ നിന്ന് എല്ലിലേക്ക് പോകുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യലി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അറ്റ് പോയിന്റ് എൽ, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് മാക്സിമം ആണ്, വി ഡി ആണ്. സോ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ട് ആണ് നമ്മൾ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സോ വി എക്സ് ഇസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ചാനൽ. സോ നമുക്ക് നോക്കാം. ഇവിടെ ക്യു എസ് എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഓൺ ദ സെമി കണ്ടക്ടർ ആണ്. ഇവിടെ ഡിപ്ലീഷൻ ഫോം ചെയ്യും, ഡിപ്ലീഷൻ കഴിഞ്ഞിട്ടാണ് ഇൻവേർഷൻ. നമ്മൾ ബാൻഡ് ഡയഗ്രംസ് ഒക്കെ പഠിച്ചതാണ്. സോ ഈ ഇൻവേർഷൻ അല്ലെങ്കിൽ ചാനലിലുള്ള ചാർജിനെ ഞാൻ ക്യു എൻ എന്നും ഡിപ്ലീഷനിലുള്ള ചാർജിനെ ഞാൻ ക്യു ഡി എന്നും മാർക്ക് ചെയ്തു. ഡിപ്ലീഷൻ റീജിയൻ മീൻസ് ദ റീജിയൻ ഓഫ് അക്സെപ്റ്റ് അയോൺസ്. അതിന് മുകളിലായിട്ട് ഇൻവേർഷൻ ലെയറും ഉണ്ട്. സോ ദ ടോട്ടൽ ചാർജ് ഇൻ ദ സെമി ചാനൽ ഈസ് ക്യു എൻ ആൻഡ് ഡിപ്ലീഷൻ ചാർജ് ഈസ് ക്യു ഡി. ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ സെമി കണ്ടക്ടറിലുള്ള ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മൈനസ് ക്യു എസിന് പകരം മൈനസ് ഓഫ് ക്യു എൻ പ്ലസ് ക്യു ഡി, ചാനലിലുള്ള അല്ലെങ്കിൽ ഇൻവേർഷൻ എൻ ചാനലിലുള്ള ചാർജാണ് ക്യു എൻ. ക്യു ഡി എന്ന് പറയുന്നത് ഡിപ്ലീഷൻ ചാർജ് ബൈ സി ഓക്സൈഡ് പ്ലസ് ഫൈ എസ് പ്ലസ് വി എഫ് പി. അപ്പം ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ മാറ്റാം. ഇതിൽ നിന്ന് നമുക്ക് ഈ ക്യു എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സോ ഞാനിതിനെ ആ മൈനസ് ഓഫ് ക്യു എൻ പ്ലസ് ക്യു ഡി ബൈ സി ഓക്സൈഡ് ആ ഒരു ടേം അവിടെ തന്നെ നിർത്തി ബാക്കി എല്ലാ ടേംസിനെയും ഇങ്ങോട്ട് മാറ്റുവാണ്. വി ജി മൈനസ് ഫൈ എസ് മൈനസ് വി എഫ് പി. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൈനസ് ക്യു എൻ ഓപ്പൺ ചെയ്തു, മൈനസ് ക്യു എൻ ബൈ സി ഓക്സൈഡ്
minus QD by C oxide equal to Vg minus phi s minus VFP. ഇതിൽ നിന്നും minus Qn by C oxide is equal to Vg minus phi s minus VFP plus QD by C oxide. ഈ QD മൈനസ് QD by C oxide റൈറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. ദെൻ വാട്ട് ഈസ് Qn? ഈ മൈനസ് C oxide റൈറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മൈനസ് C oxide ഇൻറ്റു റിമൈനിങ് ടേം Vg മൈനസ് phi s മൈനസ് VFP പ്ലസ് QD by C oxide എന്നെഴുതാം. സോ എനിക്ക് ആ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള ആ ഒരു ചാനലിന് അക്രോസ് ഉള്ള ചാർജസ്, എൻ ചാനലിന് അക്രോസ് ഉള്ള ചാർജസ് ഞാൻ മെഷർ ചെയ്തു. മൈനസ് C oxide ഇൻറ്റു Vg മൈനസ് phi s മൈനസ് VFP പ്ലസ് QD by C oxide. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ ടേംസിലും എഴുതാം. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനെ ഇക്വേഷൻ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഈ ഇക്വേഷൻ എനിക്ക് ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ ടേംസ് വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് C oxide ഇൻറ്റു Vg മൈനസ്, ഇവിടെ ഒരു മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് എന്തൊക്കെയായിരിക്കും വരുന്നത്? ഈ ഒരു Vg കഴിഞ്ഞിട്ടൊരു മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് phi s പ്ലസ് VFP മൈനസ് QD by C oxide. ഇങ്ങനെ കിട്ടും. ഈ ബ്രാക്കറ്റിലുള്ള ഈ വാല്യൂ ദാറ്റ് ഈസ് phi s പ്ലസ് VFP മൈനസ് QD by C oxide എന്ന് പറയുന്നത് VTH ആണ്. റിയൽ മോസിൻ്റെ കേസിൽ VTH ആണ്, നമ്മളിപ്പം പഠിച്ചതേ ഉള്ളൂ. ദാറ്റ് ഈസ് Vg മൈനസ് VTH. സോ എനിക്ക് ആ ഒരു ഇക്വേഷൻ എയെ VTHൻ്റെ ടേംസിൽ എഴുതാം. സോ നമുക്ക് അപ്പോൾ അത് അങ്ങനെ എഴുതാം എന്നുള്ളത് ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അപ്പോൾ നമുക്ക് Qnൻ്റെ വാല്യൂ ഇക്വേഷൻ എയിൽ നിന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്തിട്ട് ആ ഇക്വേഷനെ ഒന്ന് മാറ്റാൻ പോവാണ്. സോ ഇവിടെ ഞാൻ പറഞ്ഞു ഈ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് Vx എന്ന്, അല്ലേ? ആ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്യണം. phi s നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻവേർഷൻ ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ phi s = 2φf ആണ്. ആ ചാനൽ ഫോം ചെയ്യാനുള്ള സെമി കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 2φf ആണ്. നമ്മളത് ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ phi s = 2φf ആണ്. ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ചാനൽ ഫോർമേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ഇൻവേർഷൻ. സോ phi s = 2φf. അത് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. സോ നമുക്കറിയാം ദ വാല്യൂ ഓഫ് phi s ഈസ് ഈക്വൽ ടു 2φf. ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ചാനൽ ഫോർമേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ഇൻവേർഷൻ. പക്ഷേ നമുക്ക് ഈ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ അല്ലെങ്കിൽ Vx എന്ന് പറയുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ, ആ സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം phi s എഴുതാൻ. സോ ദ വാല്യൂ ഓഫ് phi s ഈസ് ദ സെമി കണ്ടക്ടർ പൊട്ടൻഷ്യൽ phi s ഈസ് ഈക്വൽ ടു 2φf പ്ലസ് Vx. സോ ഈ വാല്യൂ ഞാൻ ഇക്വേഷൻ എയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇക്വേഷൻ എയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Qnൻ്റെ വാല്യൂ Qn ഈസ് ഈക്വൽ ടു മൈനസ് C oxide ഇൻറ്റു Vg മൈനസ് ഓഫ് മൈനസ് phi sന് കോമൺ ആയിട്ട് എടുക്കണം. സോ മൈനസ് എടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? നമ്മൾ phi s അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ ദാറ്റ് വിൽ ബിക്കം മൈനസ് 2φf മൈനസ് Vx. phi sന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് VFB പ്ലസ് QD by C oxide. സോ phi sൻ്റെ ഈ ഒരു വാല്യൂ, സെമി കണ്ടക്ടർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമ്മൾ ആ ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേംസും നെഗറ്റീവായിട്ട് നമുക്കിവിടെ ഇക്വേഷൻ എ മാറും. സോ ദിസ് ഈസ് ഇക്വേഷൻ എ ഇംപ്ലൈസ്. ഇക്വേഷൻ എ ആണ് ഞാനിങ്ങനെ എഴുതിയത്. ദെൻ വീണ്ടും നമ്മൾ ഇക്വേഷൻ എയെ നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ ടേംസിൽ എഴുതിയതുപോലെ നമ്മൾ ഈ മോഡിഫൈഡ് എ എന്ന് പറയുന്ന ഇക്വേഷൻ, ഇപ്പം നമുക്ക് എ ഒന്ന് മോഡിഫൈ ചെയ്തൊരു ഇക്വേഷൻ എഴുതി phi sന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, ആ ഒരു ഇക്വേഷനെ നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ദാറ്റ് ഈസ് മൈനസ് C oxide ഇൻറ്റു ഞാൻ Vgയും Vxും അവിടെ നിർത്തിയിട്ട് Vg മൈനസ് Vx എന്നുള്ള ടേം നിർത്തിയിട്ട് പിന്നെ ഒരു മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 2φf പ്ലസ് VFB മൈനസ് QD by C oxide. സോ ഇപ്പോൾ ഒരു മൈനസ് കോമൺ എടുത്തു,
അപ്പോൾ നമുക്കൊരു ടേം ബ്രാക്കറ്റിനകത്ത് കിട്ടും. ഈ ടേം ആണ് VTH. സോ അപ്പോൾ എനിക്ക് VTHൻ്റെ ടേംസിൽ QN എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഈ ഓക്സൈഡ് ഇൻറ്റു VG മൈനസ് VX മൈനസ് VTH. സോ ദിസ് ഇക്വേഷൻ ഞാൻ അതിനെ B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമ്മൾ A മോഡിഫൈ ചെയ്തു 5s വെച്ചിട്ട്. 5s വെച്ച് മോഡിഫൈ ചെയ്തിട്ട് ആ ഒരു കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ VTHൻ്റെ ടേംസിൽ എഴുതി. സോ ഇക്വേഷൻ B നമുക്ക് കിട്ടി. ഇക്വേഷൻ B മീൻസ് QNൻ്റെ വാല്യൂ ആണ്. QN ദ ടോട്ടൽ ചാർജ് ഇൻ ദ ചാനൽ. ചാനലിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ചാനൽ ചാർജാണ് QN എന്ന് പറയുന്നത്. സോ അതിൻ്റെ വാല്യൂ മൈനസ് ഈ ഓക്സൈഡ് ഇൻറ്റു VG മൈനസ് VX മൈനസ് VTH. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ B. സോ ഇനി നമുക്ക് കറണ്ടിലേക്ക് പോവാം. സോ നമുക്ക് ഇങ്ങനൊരു ബേസിക് കൺസെപ്റ്റ് വെച്ച് തന്നെ പോവാം. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. സോ നമ്മൾ ലീനിയർ റീജിയൻ കറണ്ട് ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റെസിസ്റ്റൻസ് വെച്ചിട്ട് V ഈസ് പ്രൊപ്പോർഷണൽ ടു I എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ നമുക്കിവിടെ ആ ഒരു കണ്ടീഷൻ വെച്ച് തന്നെ ഇവിടെ നമ്മൾ ഫിഗർ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഒരു ഡിഫറൻഷ്യൽ ഡ്രോപ്പ് കൺസിഡർ ചെയ്യുകയാണ്. DVX മീൻസ് ഇറ്റ് ഈസ് ദ ഡിഫറൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ സോഴ്സ് ആൻഡ് അക്രോസ് ദ ചാനൽ. അതേപോലെ തന്നെ നമ്മൾ ആ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് L ആണ്. ആ L നമ്മളൊരു ഡിഫറൻഷ്യൽ ലെങ്ത് DX ആയിട്ട് കൺസിഡർ ചെയ്തതാണ്. ചാനലിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ലെങ്ത് DX. അപ്പോൾ അവിടുത്തെ ഡിഫറൻഷ്യൽ ഡ്രോപ്പ് ആണ് DVX. സോ ഈ വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് എഴുതി നോക്കാം. സോ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് DVX across the channel is equal to the current flowing through the channel, that is ID, into R. ഈ R എന്ന് പറയുന്നതിനെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. V is equal to I into R, that is I into Rന് ഞാൻ rho into L by A എന്ന് എഴുതി. I is equal to rho into L by A. So that is I into rho എന്ന് പറഞ്ഞാൽ 1 by സിഗ്മയാണ്, 1 by കണ്ടക്ടിവിറ്റി ഇൻറ്റു L by A. ഇവിടെ നമ്മൾ വിക്ക് പകരം DVX എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐക്ക് പകരം ID എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ എഴുതാം I ഇൻറ്റു വട്ട് ഈസ് സിഗ്മ. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ആണ് ഞാനിത് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സിഗ്മ നമുക്കറിയാം, സിഗ്മ ഡ്യൂ ടു ദ ഇലക്ട്രോൺസ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് Q ഇൻറ്റു N ഇൻറ്റു മ്യൂ N ആണ് ഇൻറ്റു L ബൈ A. സോ നമുക്ക് V എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഞാൻ മാറ്റി അല്ലേ. നമ്മളിനി PN ജംഗ്ഷൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. PN ജംഗ്ഷൻ്റെ കേസിൽ ദ ടോട്ടൽ പോസിറ്റീവ് ചാർജ്, ആ ചാർജ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ആ ചാർജ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് നമ്മൾ Q പ്ലസ് Q മൈനസ് ഗ്രാഫ് ഒക്കെ നമ്മൾ കണ്ടതാണ്. Q മൈനസ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുവാണെങ്കിൽ, ആ ടോട്ടൽ പോസിറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുവാണെങ്കിൽ Q ഇൻറ്റു ND. അതുപോലെ ടോട്ടൽ നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ Q ഇൻറ്റു NA നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ അതേ ഒരു കൺസെപ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ ആ ടോട്ടൽ ചാർജിനെ Q ഇൻറ്റു N എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെ ഞാനിവിടെ 1 by QN എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Q ഇൻറ്റു N അല്ലെങ്കിൽ Q ഇൻറ്റു ND യെ ഞാൻ QN, ദറ്റ് ഈസ് എ ചാർജ് ഓൺ ദ ചാനൽ, അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ Q ഇൻറ്റു N ഈസ് റീപ്ലേസ്ഡ് ബൈ ഇറ്റ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് QN. മാഗ്നിറ്റ്യൂഡ് ഓഫ് QN എന്ന് എനിക്ക് റീപ്ലേസ് ചെയ്യാം. നമ്മളത് പഠിച്ചിട്ടുള്ള കേസാണ്. Q ഇൻറ്റു Nനെ എനിക്ക് N ചാനലിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് റീപ്ലേസ് ചെയ്യാം. ദെൻ പിന്നെന്തുണ്ട്, ഒരു മ്യൂ N ഉണ്ട്. ഇവിടെ L എന്ന് പറയുന്നത് നമ്മൾ DX ആയിട്ട് എടുത്തിരിക്കുന്നത്, നമ്മുടെ ഡിഫറൻഷ്യൽ ലെങ്ത് DX ആണ്. ബൈ ഏരിയ ഓഫ് ദ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഏരിയ അതിനകത്ത് തിക്നെസ് നമ്മൾ യൂണിറ്റി ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് 1 ആണ്. സോ ഞാൻ ഏരിയ Z ആയിട്ടങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Z എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ചാനലാണ്. അവിടെ തിക്നെസ് നമ്മൾ യൂണിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് Z എന്ന് ഏരിയയ്ക്ക് റീപ്ലേസ് ചെയ്യാം. സോ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ. സോ വിക്ക് പകരം dV ഓഫ് x I. സോ ഞാനിവിടെ ഇക്വേഷൻ dV ഓഫ് x ഇസ് ഈക്വൽ ടു ID ഇൻറ്റു 1 ബൈ മോഡ് QN. ആ Q ഇൻറ്റു Nനെയാണ് ഞാൻ മോഡ് QN എന്ന് കൊടുത്തത്. ദറ്റ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് എന്ന് പറയാം.
ഇൻറ്റു ഒരു മ്യൂ എൻ ഉണ്ട് അവിടെ ഇൻറ്റു എല്ലിന് പകരം ഡി എക്സ് ബൈ ഇസഡ്. സോ ഇങ്ങനെ നമുക്ക് ഇക്വേഷനെ മാറ്റാം. ഇനി ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഈ ഐ ഡി ഇൻറ്റു ഡി എക്സ് നമ്മളത് ലെഫ്റ്റ് സൈഡിൽ നിർത്തി ഐ ഡി ഇൻറ്റു ഡി എക്സ് ഈസ് ഈക്വൽ ടു ബാക്കി എന്ത് വരും, ഐ ഡി ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇങ്ങനെ ക്രോസ് എടുക്കുവാണെങ്കിൽ മോഡ് ക്യു എൻ ഇൻറ്റു മ്യൂ എൻ ഇൻറ്റു ഇസഡ് ഇൻറ്റു ഡി വി എക്സ് ഇങ്ങനെ എഴുതാം. ഇനി വാട്ട് ഈസ് മോഡ് ക്യു എൻ? മോഡ് ക്യു എൻ നമ്മളിവിടെ ക്യു എൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ക്യു എന്നിൻ്റെ വാല്യൂ ഇക്വേഷൻ ബിയിൽ നിന്ന് നമുക്കറിയാം. അതിൻ്റെ മോഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ടേം അങ്ങ് പോവും. സോ that value will be equal to C oxide into Vg minus Vx minus Vth into mu n into Z dV of x. ഇതാണ് എനിക്ക് ഐ ഡി ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്, ഐ ഡി ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ വേരിയബിൾ എക്സ് ആണ്, റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ വേരിയബിൾ ഡി വി എക്സ് ആണ്. സോ ഞാൻ ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്താൽ പോവാണ്. മ്യൂ എൻ ഇൻറ്റു ഇസഡ് ഇൻറ്റു സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് വി ടി എച്ച് മൈനസ് വി എക്സ്. സെയിം ഇക്വേഷൻ തന്നെയാണ്, ഒന്നൊരു എഴുതിയെന്നേ ഉള്ളൂ. സോ ഡി വി എക്സ് ഐ ഡി ഡി എക്സ്. സോ നമ്മൾ ഈ ഡിഫറൻഷ്യൽ വാല്യൂവിനെ നമ്മൾ എല്ലിലേക്കും എക്സിനെ നമ്മൾ എല്ലിലേക്കും അല്ലെങ്കിൽ വി എക്സിനെ നമ്മൾ വി ഡിയിലേക്കും കൺവേർട്ട് ചെയ്യാൻ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എക്സിനെ നമ്മൾ 0 മുതൽ എൽ വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ഫിഗറിനകത്തുണ്ട് എക്സ് ഈസ് ചേഞ്ചിങ് ഫ്രം 0 ടു എൽ. എക്സ് 0 ആകുമ്പോൾ വി എക്സ് 0, എക്സ് എൽ ആകുമ്പോൾ വി എക്സിൻ്റെ വാല്യൂ വി ഡി. സോ നമ്മൾ ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. മ്യൂ എൻ ഇസഡ് സി ഒ എക്സ് ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 0 ടു വി ഡി, കാരണം എക്സ് 0 ആകുമ്പോൾ വി എക്സ് 0, ഇവിടുത്തെ വേരിയബിൾ വി എക്സ് ആണ്. സോ 0 മുതൽ വി എല് കറസ്പോണ്ടിങ് ആയിട്ട് വി ഡി. സോ ഐ ഡി എന്ത് കിട്ടും? 1 ഡി എക്സ് മീൻസ് എക്സ് 0 ടു എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ എൻ ഇൻറ്റു ഇസഡ് ഇൻറ്റു സി ഓക്സൈഡ്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം നോക്കാം. നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വി ജി മൈനസ് വി ടി എച്ച്, വി ജി മൈനസ് വി ടി എച്ച് വിത്ത് റെസ്പെക്ട് ടു വി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു വി എക്സ് ടേം വരും. വി ജി മൈനസ് വി ടി എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു ഡി വി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി എക്സ് എന്ന് വരും. മൈനസ് വി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ വി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ലിമിറ്റ് 0 മുതൽ വി ഡി വരെ. ഇനി ഈ ലിമിറ്റുകൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ ഐ ഡി ഇൻറ്റു എൽ, സോ ഐ ഡി ഇൻറ്റു എൽ ഈക്വൽ ടു മ്യൂ എൻ ഇസഡ് ഇൻറ്റു സി ഒ എക്സ്. നമ്മൾ മ്യൂ എൻ ബാർ എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുക്കാറുണ്ട്, അങ്ങനെയും കൊടുക്കാം. ഇലക്ട്രോൺ മൊബിലിറ്റി ആണ്. സോ അത് നമുക്ക് മ്യൂ എൻ ബാർ എന്ന് കൊടുക്കാം. സർഫസ് ഇലക്ട്രോൺ മൊബിലിറ്റി എന്ന് അതിനെ പറയും, അല്ലെങ്കിൽ മ്യൂ എൻ ഒക്കെയാണ്. സോ ഇസഡ് ഇൻറ്റു സി ഓക്സൈഡ് ഇൻറ്റു ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ജി മൈനസ് വി ടി എച്ച് ഇൻറ്റു വി ഡി മൈനസ് വി ഡി സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് 0 ആണ്, അത് അപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകും. സോ ഇത്രയും ടേംസ് മാത്രമേ നമുക്ക് വരുത്തുള്ളൂ. ഇതിനകത്തുനിന്ന് ഐ ഡി നമ്മൾ സോൾവ് ചെയ്യുക. ഐ ഡി ഈസ് ഈക്വൽ ടു മ്യൂ എൻ ബാർ അല്ലെങ്കിൽ മ്യൂ എൻ ഇസഡ് സി ഓക്സൈഡ്. ഈ എല്ലിനെ ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. സോ മ്യൂ എൻ ഇൻറ്റു ഇസഡ് ബൈ എൽ ഇൻറ്റു സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് വി ടി എച്ച് ഇൻറ്റു വി ഡി. വി ഡി ഡ്രെയിൻ വോൾട്ടേജ് ആണ്, മൈനസ് വി ഡി സ്ക്വയർ ബൈ 2. സോ ഈ കിട്ടിയേക്കുന്ന ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ റീജിയനിലെ കറണ്ട് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ ദിസ് ഈസ് ദ കറണ്ട് ഇക്വേഷൻ ഫോർ ഡ്രെയിൻ കറണ്ട് ഇൻ ലീനിയർ റീജിയൻ. സോ ലീനിയർ റീജിയനിലെ കറണ്ട് ഇക്വേഷൻ ഇതാണ്. സോ നമ്മൾ കഴിഞ്ഞ കേസിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ലീനിയർ റീജിയൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു വി ഡി സ്മോൾ വി ഡി ആണ്. സോ വി ഡി ഇസ് ലെസ് ദാൻ വി ജി മൈനസ് വി ടി എച്ച് ആണ് ലീനിയർ റീജിയനിൽ. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വി ഡിയുടെ വാല്യൂ
അപ്പോൾ നമ്മളൊരു കേസായിട്ട് എടുക്കാൻ പോവാണ്. ഫോർ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് പറയാം, ഫോർ വി ഡി വെരി മച്ച് ലെസ് ദാൻ വി ജി മൈനസ് വി ടി എച്ച്. സോ ഇതിനെ നമ്മൾ ഇക്വേഷൻ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ ബി, നമ്മൾ ആ ഒരു ഇക്വേഷൻ ബിക്കകത്ത് വി ഡിയുടെ വാല്യൂ വളരെ ചെറുതാണ്. ലീനിയർ റീജിയനിനകത്ത് വി ഡി നമുക്ക് വളരെ ചെറുതാണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതാണ് മെയിൻ ലീനിയർ റീജിയൻ കറണ്ട് ഇക്വേഷൻ എങ്കിലും നമ്മൾ അതിനെ ഒരു അസംഷൻ കൊടുക്കുകയാണ്, വി ഡി ഈസ് വെരി മച്ച് ലെസ് ദാൻ വി ജി മൈനസ് വി ടി എച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ഡി എന്ന് പറഞ്ഞ ഇക്വേഷനെ mu n z by l into cox into vg minus vth into vd. vd വളരെ ചെറുതാണെങ്കിൽ ഈ vd²/2 വളരെ നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കും, നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം vd വളരെ ചെറുതായതുകൊണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷൻ ബിയെ നമുക്ക് മോഡിഫൈ ചെയ്ത് ഇങ്ങനൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. സോ ഞാൻ വി ഡി ലെസ് ദാൻ വി ജി മൈനസ് വി ടി എച്ചിലുള്ള ലീനിയർ റീജിയനിലെ കറണ്ട് ഇക്വേഷനാണ് ഇപ്പോൾ എഴുതിയത്. ഇതിനെ ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. ഡോ ഐ ഡി ബൈ ഡോ വി ഡി. നമ്മൾ ഈ ഡോ ഐ ഡി ബൈ ഇതിനെ വി ഡി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ചാനലിൻ്റെ കണ്ടക്റ്റൻസ് എന്ന് വിളിക്കും. കണ്ടക്റ്റൻസ് റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടക്റ്റൻസ്. സോ ദിസ് ഈസ് ചാനൽ കണ്ടക്റ്റൻസ്. സോ ഈ ഒരു അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ചാനൽ കണ്ടക്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ട്രാൻസ് കണ്ടക്റ്റൻസ് അല്ല, ചാനൽ കണ്ടക്റ്റൻസ് ആണ് ഡോ ഐ ഡി ബൈ ഡോ വി ഡി. സോ ഈ ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വി ഡി. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മ്യൂ എൻ കോൺസ്റ്റൻ്റ് ആണ്, ഇസഡ് ബൈ എൽ ഇൻറ്റു സി ഓക്സൈഡ് ഇൻറ്റു വി ജി മൈനസ് വി ടി എച്ച് വി ഡി. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വി ജി മൈനസ് വി ടി എച്ച് ആണ്. സോ ഇതാണ് ചാനൽ കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ. സോ നമ്മൾ ലീനിയർ റീജിയനിലെ കറണ്ട് ഇക്വേഷൻ പഠിച്ചു. അവിടെ ഒരു അസംഷൻ കൊടുത്തിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചാനൽ കണ്ടക്റ്റൻസ് നമ്മളതും ഡെറൈവ് ചെയ്തു. നമുക്കിനി അടുത്ത സാച്ചുറേഷനിലുള്ള കറണ്ട് ഇക്വേഷൻ നോക്കാം. സോ നമ്മൾ ലീനിയറിൻ്റെ കറണ്ട് ഇക്വേഷൻ ഒന്ന് എഴുതുവാണ്. ഐ ഡി ഈസ് ഈക്വൽ ടു 1/2 മ്യൂ എൻ സി ഒ എക്സ് ഇൻറ്റു 1/2 അല്ല, മ്യൂ എൻ സി ഒ എക്സ് ഇൻറ്റു ഇസഡ് ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി എച്ച് ഇൻറ്റു വി ഡി മൈനസ് വി ഡി സ്ക്വയർ ബൈ 2. ഇതാണ് നമ്മൾ ലീനിയർ റീജിയൻ്റെ കറണ്ട് ഇക്വേഷനായിട്ട് പഠിച്ചത്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ സാച്ചുറേഷൻ അല്ലെങ്കിൽ സാച്ചുറേഷൻ തുടങ്ങുന്ന കണ്ടീഷനാണ് ബി എന്ന് പറയുന്ന കേസിൽ ഡിസ്കസ് ചെയ്തത്. എപ്പോഴാണ് ഓൺസെറ്റ് ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്? വി ഡിയുടെ വാല്യൂ വി ജി മൈനസ് വി ടി എച്ച് ആകുമ്പോഴാണ്. വി ഡി ഈസ് ഈക്വൽ ടു വി ജി മൈനസ് വി ടി എച്ച് ആകുമ്പോഴാണ് സാച്ചുറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺസെറ്റ് ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് സാച്ചുറേഷനിലെ കറണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി. വെൻ വി ഡി ഈസ് ഈക്വൽ ടു വി ജി മൈനസ് വി ടി എച്ച്. ഇതാണ് സാച്ചുറേഷൻ്റെ കണ്ടീഷൻ. സോ ലീനിയർ റീജിയൻ്റെ കറണ്ട് ഇക്വേഷൻ, ഇത് ലീനിയർ റീജിയൻ്റെ കറണ്ട് ഇക്വേഷൻ ആണ്. ആ ലീനിയർ റീജിയൻ്റെ കറണ്ട് ഇക്വേഷനകത്ത് വി ഡിക്ക് പകരം നമ്മൾ സാച്ചുറേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി, ഓൺസെറ്റ് ഓഫ് സാച്ചുറേഷൻ കണ്ടീഷൻ. ദെൻ വി വിൽ ഗെറ്റ് ദ കറണ്ട് ഫോർ സാച്ചുറേഷൻ. സോ ഐ ഡി സാറ്റ് കറണ്ട് ഫോർ സാച്ചുറേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? മ്യൂ എൻ ഇൻറ്റു സി ഒ എക്സ് ഇൻറ്റു ഇസഡ് ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി എച്ച് ഇൻറ്റു വി ഡിക്ക് പകരം, വി ഡി എന്ന് പറഞ്ഞാൽ വി ഡി സാറ്റ് ആണ്, അതിന് നമുക്ക് വി ജി മൈനസ് വി ടി എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് അഗെയിൻ വി ഡി സ്ക്വയർ, വി ഡി സ്ക്വയറിന് നമ്മൾ വി ജി മൈനസ് വി ടി എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത് ഹോൾ സ്ക്വയർ ബൈ 2. സോ വി ഡിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, സാച്ചുറേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. So this is mu n C oxide into Z by L into, this is Vg minus Vth the whole square, this is Vg minus Vth the whole square by 2 അല്ലേ. നമുക്ക് പറയാം എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ 1/2 Vg minus Vth the whole square ആണ്. സോ നമുക്ക് സാച്ചുറേഷനിലെ ഫൈനൽ കറണ്ട് ഇക്വേഷൻ കിട്ടി. നമുക്ക് ഐ ഡി സാറ്റിന് ഇങ്ങനെ എഴുതാം. ഐ ഡി സാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മ്യൂ എൻ സി ഒ എക്സ് ഇൻറ്റു ഇസഡ് ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി എച്ച് ദ ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ കറണ്ട് ഇക്വേഷൻ ഫോർ സാച്ചുറേഷൻ. അപ്പോൾ ലീനിയർ റീജിയൻ നമ്മൾ പഠിച്ചു,
സാച്ചുറേഷനിലെയും കറണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ സാച്ചുറേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ, ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ നേരത്തെ ലീനിയർ റീജിയനിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രാൻസ് കണ്ടക്റ്റൻസ് മെഷർ ചെയ്യണം. നേരത്തെ കണ്ടക്റ്റൻസ് മെഷർ ചെയ്തതുപോലെ തന്നെ ഇവിടെ ട്രാൻസ് കണ്ടക്റ്റൻസ്. സോ ട്രാൻസ് കണ്ടക്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത് GM വെച്ചിട്ടാണ്. സോ GM ഈസ് നോൺ ആസ് ട്രാൻസ് കണ്ടക്റ്റൻസ്. സോ GM ഈസ് ഈക്വൽ ടു, നേരത്തെ കണ്ടക്റ്റൻസ് എല്ലാം I/V എന്നുള്ളൊരു കൺസെപ്റ്റാണ്. സോ ഡോ ID sat ബൈ ഡോ VD sat. സാച്ചുറേഷനിലുള്ള കറണ്ട് ബൈ സാച്ചുറേഷനിലുള്ള ഡ്രെയിൻ വോൾട്ടേജ്. ഇതിൻ്റെ ആ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുന്നതാണ് GM എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ കിട്ടിയേക്കുന്ന ഇക്വേഷൻ CA നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു VD sat. അല്ലെങ്കിൽ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ഡോ ID sat ബൈ ഡോ VD sat എന്ന് പറയുന്നത് VG മൈനസ് VTH ആണ്. സോ ഡോ ID sat ബൈ ഡോ VG മൈനസ് VTH. സോ ഇത് ഡോ ആണ്. സോ VG മൈനസ് VTH വെച്ച് ഈ ഇക്വേഷൻ CA ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/2 ഇൻറ്റു μN C oxide. μN മീൻസ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു C oxide, ഓക്സൈഡ് കപ്പാസിറ്റൻസ്, Z/L വിഡ്ത്ത് ബൈ ലെങ്ത് ഇൻറ്റു VG മൈനസ് VTH ദ ഹോൾ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. സോ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x കിട്ടുന്ന പോലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു VG മൈനസ് ക്യാപിറ്റൽ G ഓർ സോ ദിസ് ഈസ് VG മൈനസ് VTH. സോ ഇവിടെ 2 ക്യാൻസൽ ആയി പോവും. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ μN COX ഇൻറ്റു Z/L ഇൻറ്റു VG മൈനസ് VTH. സോ ഇതാണ് നമുക്ക് ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ. സോ ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് പഠിക്കാനുള്ളത്. കറണ്ട് ഇക്വേഷൻ, അതുപോലെ തന്നെ ട്രാൻസ് കണ്ടക്റ്റൻസ്, കണ്ടക്റ്റൻസ് ഇക്വേഷൻ. കറണ്ട് ഇക്വേഷൻ കട്ട് ഓഫ് റീജിയനിൽ ID 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫോർ എ മോസ്ഫെറ്റ് കട്ട് ഓഫ് റീജിയൻ ID is equal to 0. ലീനിയർ റീജിയൻ്റെ ഇക്വേഷൻ ID is equal to μN COX ഇൻറ്റു Z/L ഇൻറ്റു VG മൈനസ് VTH ഇൻറ്റു VD മൈനസ് VD സ്ക്വയർ ബൈ 2. സാച്ചുറേഷൻ ആണെങ്കിൽ ID sat is equal to 1/2 μN COX ഇൻറ്റു Z/L ഇൻറ്റു VG മൈനസ് VTH ദ ഹോൾ സ്ക്വയർ. സോ കണ്ടക്റ്റൻസും ട്രാൻസ് കണ്ടക്റ്റൻസും 3 കറണ്ട് ഇക്വേഷൻസും ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, നമ്മൾ ഡ്രെയിൻ ക്യാര പഠിച്ചതുപോലെ തന്നെ ട്രാൻസ്ഫർ ക്യാര. നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ക്യാര ഒന്ന് പ്ലോട്ട് ചെയ്യാനുണ്ട്. നമ്മളത് അടുത്ത ലെക്ചറിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 3 or 4 പ്രോബ്ലംസ് ഉണ്ട്, N ചാനലിൻ്റെയും P ചാനലിൻ്റെയും. അതുപോലെ തന്നെ കറണ്ട് ഇക്വേഷൻസ്, സാച്ചുറേഷനിലും ലീനിയറിലും ഒക്കെ ഉള്ള കറണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. അതുപോലെ തന്നെ N ചാനൽ P ചാനലിൻ്റെ ത്രെഷോൾഡ് വോൾട്ടേജസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. സോ നമുക്കത് അതിൻ്റെ അടുത്ത ലെക്ചറിൽ നമുക്കത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.